നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ഇടവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ബാലിക്കാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കൊല്ലം അതിർത്തി പങ്കിടുന്ന കടലും കായലുമുള്ള വളരെ മനോഹരമായ ഒരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് ഇന്ന് കടക്കുന്നത്. ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരോഗ്യ കേരളം പുരസ്കാരം, യുവജനങ്ങളുടെ ക്ഷേമത്തിനായി കലാകായിക രംഗത്ത് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്ന പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ ഇടവ ഗ്രാമപഞ്ചായത്ത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസം, കാർഷികം തുടങ്ങിയ മേഖലകൾക്കും കൂടുതൽ മുൻതൂക്കം നൽകി വരുന്നു. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പമുള്ളത് പ്രസിഡന്റ് എ ബാലിക്കാണ്. നമസ്കാരം ശ്രീ ബാലിക്. നമസ്കാരം. പഞ്ചായത്തിന്റെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭൂമിയും വീടുമില്ലാത്ത ആരോരുമില്ലാത്ത 7 പേർക്ക് ആശ്രയ പദ്ധതി പ്രകാരം സേവനം ലഭ്യമാക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെ. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താനാവുക? നമ്മുടെ 2013 സാമ്പത്തിക വർഷത്തിൽ പിന്നെ നമ്മുടെ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് തീർച്ചയായിട്ടും പദ്ധതികൾക്ക് അംഗീകാരം കിട്ടണമെങ്കിൽ ആശ്രയ പദ്ധതി ഏറ്റെടുത്ത് അതിൽ ഭവനരഹിതരും ഭൂരഹിതരുമായിട്ടുള്ള ആളുകൾക്ക് ഭൂമിയും വീടും നൽകുന്ന ഒരു പദ്ധതി നിർബന്ധമായി ഉണ്ടാകണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ച് നമ്മുടെ പ്ലാൻ ഫണ്ട് വെച്ചുകൊണ്ട് തന്നെ 7 നിർധന കുടുംബങ്ങൾക്ക്, ആരോരും ഇല്ലാതിരുന്ന 7 നിർധന കുടുംബങ്ങൾക്ക് നമ്മൾ ഭൂമിയും വീടും വെച്ച് നൽകി. അതൊരു വലിയ നേട്ടമായിട്ട് തന്നെ നമ്മൾ കാണുന്നു. അപ്പോ ഈ നമ്മുടെ പഞ്ചായത്ത് എന്തായാലും അങ്ങനെ ഒരു പദ്ധതി വെച്ച് അത് നടപ്പാക്കി കഴിഞ്ഞു. അതുപോലെ നിരവധി മറ്റ് പദ്ധതികളും നമുക്ക് നടപ്പാക്കി എടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ ആശ്രയ പദ്ധതി പ്രകാരം അത് മാത്രമല്ല, നമ്മുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ജനകീയാസൂത്രണത്തിന്റെ തുടക്കത്തിൽ 1998 അന്നത്തെ ഇടവ പഞ്ചായത്തിന്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു കോട്ടയിൽ പാണി ശുദ്ധജല പദ്ധതി. നമ്മള് 2000 ഞാൻ ഇവിടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന സമയത്ത് 2000 നമ്മൾ ഇതിന്റെ കുളത്തിന്റെയും പമ്പ് ഹൗസിന്റെയും ഒക്കെ പണി നമ്മൾ പൂർത്തിയാക്കി. ഇത് കമ്മീഷൻ ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി അന്ന് മുതൽ ഈ 2023 വരെ 22-23 വരെ നമ്മൾ ഈ വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലും മറ്റുമെല്ലാം കയറി ഇറങ്ങി, അന്നത്തെ MLA കൂടി സഹകരണത്തോടുകൂടി കയറി ഇറങ്ങി നമുക്ക് പെട്ടെന്ന് ശരിയാകുമെന്നുള്ള ഉറപ്പ് കിട്ടിയതല്ലാതെ നമുക്ക് ഇത് പൂർത്തിയാക്കി എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. ഇപ്പോ നമ്മുടെ വർക്കല MLA അഡ്വക്കേറ്റ് വി ജോയ്, അദ്ദേഹത്തിന്റെ കൂടി ശ്രമപരമായിട്ട് ഈ നമ്മൾ അവിടെ ഓവർ ഹെഡ് ടാങ്ക് സ്ഥാപിക്കുന്നതിനും അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ സ്ഥലം നൽകിക്കൊണ്ട് ഇത് കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു. 2022-23 വർഷത്തിലാണ് MLA നേതൃത്വത്തിൽ അന്നത്തെ മിനിസ്റ്റർ തന്നെ വാട്ടർ അതോറിറ്റി വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് വന്ന് അത് ഉദ്ഘാടനം ചെയ്തു. അതിലെല്ലാം നമ്മുടെ ബഹുമാന്യനായ MLA വളരെ വലിയ ഒരു ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ നന്ദിയോടുകൂടി ഓർക്കുകയും അദ്ദേഹം ഈ നാട്ടിനോട് കാണിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അദ്ദേഹം കാണിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും നന്ദിയോടുകൂടി തന്നെ നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെ വാട്ടർ അതോറിറ്റി ഇതിന്റെ കുടിവെള്ളക്ഷാമം ഒരു പരിധി വരെ ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ശുദ്ധജല പദ്ധതികൾ അടക്കം നടപ്പിലാക്കാൻ പഞ്ചായത്തിന് ആയി എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ പഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള ഈ ശുദ്ധജല പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കുമ്പോൾ എത്തരത്തിലാണ് ഇവിടെയുള്ള ജലസ്രോതസ്സുകളെല്ലാം തന്നെ സംരക്ഷിച്ചു വരുന്നത്? പ്രത്യേകിച്ച് കണ്ടൽക്കാടുകളെല്ലാം തന്നെ വച്ചുപിടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നുണ്ടല്ലോ.
ഈ ജലസ്രോതസ്സുകളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കാലാകാലങ്ങളിൽ നമ്മൾ അതിനു വേണ്ടി പ്രോജക്റ്റ് വെച്ച് അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിക്കൊണ്ട് തന്നെ ഇരുന്നു. നമുക്കിപ്പോ വാമനപുരം വെള്ളമാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ തോട്ടുമുഖം, പിന്നെ അവിടെ ഇതേപോലെ ഒരു കിണറുണ്ട്. അവിടെ നിന്നും നമുക്ക് അത്യാവശ്യം 2-3 വാർഡുകളിൽ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം അവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മെയിൻ ആശയം ഇതിപ്പോ നമ്മുടെ കോട്ടയപ്പാടി ശുദ്ധജല പദ്ധതി തന്നെ എത്ര വെള്ളം പമ്പ് ചെയ്ത് കൊടുത്താലും വീണ്ടും വീണ്ടും അതിനകത്ത് വെള്ളം നമ്മളെ കൊടുക്കുന്ന അതേ ലെവലിൽ തന്നെ വരുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത് അധികമായിട്ട് 2-3-4 വാർഡുകളിൽ കൂടി കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു വാട്ടർ ലൈൻ കൂടി നമ്മൾ സ്ഥാപിച്ചുകൊണ്ട് ഇപ്പോ വെള്ളം ലഭ്യമല്ലാത്ത വാർഡുകളിൽ കൂടി ഇത് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതിനുവേണ്ടി വാട്ടർ അതോറിറ്റിക്ക് 2 കോടി രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് നമ്മൾ കഴിഞ്ഞ വർഷം നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. തീർച്ചയായിട്ടും ഈ വർഷം ഈ തുക നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു പുതിയൊരു ലൈൻ കൂടി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ശ്രമം നമ്മൾ പൂർത്തീകരിക്കും. തീർച്ചയായും ഈ നവീകരിച്ച കുളങ്ങളും തോടുകളും എല്ലാം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കയർ ഭൂവസ്ത്രം അടക്കം തന്നെ പതിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണല്ലോ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതെ, നമ്മള് കുളങ്ങളും തോടുകളും ഒക്കെ തന്നെ എപ്പോഴും നമ്മള് വൃത്തിയാക്കി തന്നെയാണ് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത്. നമ്മുടെ ഗവൺമെന്റ് നിർദ്ദേശിച്ച എല്ലാ പദ്ധതികളും, എല്ലാ അവരുടെ പ്ലാൻ പദ്ധതികളും നമ്മളെ നടപ്പാക്കി തന്നെ പോകുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. നമ്മുടെ പ്രശ്നം പബ്ലിസിറ്റി നമുക്കില്ലാതെ പോയി എന്നുള്ള ഒരു പോരായ്മ എന്നെ പലപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ അതിനുവേണ്ടി ആളുകളെയൊക്കെ സജ്ജീകരിച്ച് വെച്ചാൽ പോലും ഇത് സമയബന്ധിതമായിട്ട് ഇതിന്റെ പബ്ലിസിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വീഴ്ച നമുക്ക് സംഭവിച്ചു. അത് കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കാതെ പോയ ഒരു ഖേദകരമായ ഒരു വസ്തുതയാണ്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ കടലും കായലും ചേർന്ന ഒരു പഞ്ചായത്താണ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഈ ഇടവ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ടൂറിസത്തിന് കൂടുതൽ സാധ്യതയുണ്ടല്ലോ, എങ്ങനെയാണ് ഇതിനെ പ്രയോജനപ്പെടുത്തുന്നത്? ടൂറിസത്തിന് വളരെ വളരെ സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ് നമ്മുടെ ഇടവ പഞ്ചായത്ത്. ഇടവ പഞ്ചായത്തിന്റെ വടക്കറ്റത്ത് കാപ്പിൽ എന്ന പ്രദേശത്ത് ആണ് ഇടവ നടയറ കായലിന്റെ ഒരു കായലിന്റെ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ കടലും മറു സൈഡിൽ കായലും മധ്യ ഭാഗത്താണ് കുറെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും. നമ്മൾ അവിടെ ഈ സുനാമിയെ തടയുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്ത് കാറ്റാടി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് പിന്നെ വളരെ നല്ല ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥലത്ത് കാറ്റാടി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സുനാമിയെ തടയുന്നതിനും കടലാക്രമണം തടയുന്നതിനും വേണ്ടി നമ്മൾ നടത്തിയ ഒരു വലിയൊരു വിജയമായിരുന്നു. ഇപ്പൊ ആ ഭാഗത്താണ് ഈ ടൂറിസ്റ്റുകളുടെ വരവ്. നമുക്കത് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ ഈ ഇടവ നടയറ കായലിന്റെ ഈ ഭാഗത്ത് ഈ കാപ്പിൽ പ്രദേശം ഒട്ടേറെ ഫോട്ടോകളും ഒട്ടേറെ സിനിമകളുടെ ഷൂട്ടിങ്ങുകളും മറ്റും ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അത്ര മനോഹരമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ക്ലിഫുകൾ. അന്നത്തെ ജില്ലാ കളക്ടർ പറഞ്ഞത് ഈ ലോകത്ത് 2 മനോഹരമായ ക്ലിഫുകളാണ് ഈ തീരദേശത്തുള്ളത്. അത് ഒന്ന് ജപ്പാനിലും മറ്റൊന്ന് നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇടവ ഭാഗത്താണ്. ഇതിനെ എന്ത് വില കൊടുത്തും നമ്മൾ സംരക്ഷിക്കണം. ഈ ക്ലിപ്പുകൾ ഇടിയുമെന്ന മഴക്കാലമാകുമ്പോഴേക്കും ക്ലിപ്പുകൾ ഇടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നല്ല ഉയരമായ ക്ലിപ്പ് സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്ന തലത്തിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് ഈ ക്ലിപ്പ് സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. എങ്കിലും നമ്മുടെ MLA, നമ്മുടെ മന്ത്രിമാര്, നമ്മുടെ MLA ഇവരോടൊക്കെ നമ്മൾ ഈ ക്ലിപ്പ് ഏത് വിധേയം സംരക്ഷിക്കണം എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ സംരക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യം എപ്പോഴും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. തീർച്ചയായിട്ടും വളരെ അനുകൂലമായിട്ടുള്ള മറുപടിയാണ് ഈ മന്ത്രിമാരുടെയും നമ്മുടെ MLA ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും വരും നാളുകളിൽ ഈ ക്ലിപ്പ് സംരക്ഷണം എന്ന ഒരു പദ്ധതി ഉറപ്പായി ഉണ്ടായി വരും എന്ന കാര്യം സംശയമില്ല.
അതുപോലെ തന്നെ തീർച്ചയായും അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് കൃഷിക്കും അതിയായിട്ടുള്ള പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. പ്രത്യേകിച്ച് തരിശ് രഹിത ഇടവ, ഇതാണ് പഞ്ചായത്തിന്റെ സ്വപ്നം. അത് സാക്ഷാത്കരിക്കാനായിട്ടുണ്ട്. എത്തരത്തിലാണ് കൃഷിയും കാർഷിക മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മുടെ കൃഷി മത്സ്യബന്ധനം, കയർപിരി വളരെ ഇതിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഒരു പഞ്ചായത്താണ് ഇടവ പഞ്ചായത്ത്. ഇപ്പോ ഈ കയർപിരി ഇപ്പോ മിക്കവാറും ശേഷം അങ്ങ് നിന്നുപോയ അവസ്ഥയാണുള്ളത്. കൃഷി എല്ലാവരും കൃഷിക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കൃഷി നമ്മൾ ചെയ്തുകൊണ്ട് പിന്നീട് നമ്മൾ അത്യാവശ്യം നമ്മുടെ ഭക്ഷ്യോത്പാദനമൊക്കെ ഉത്പാദനത്തിന് വേണ്ട വലിയ ഒരു വലിയ ഒരു കാര്യം നമുക്ക് നമ്മുടെ ഇടവയിലെ കൃഷിക്കാരും ഇതേ കയർപിരി തൊഴിലാളികളും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കാലത്ത് ഈ കൃഷിയെയും ഈ കയർപിരി അതുപോലെ മത്സ്യബന്ധനം ഇതിനെയെല്ലാം ആശ്രയിച്ചാണ് ഈ നാട് കഴിഞ്ഞു പോയിരുന്നത്. പിന്നെ ഈ ഗൾഫിന്റെ വരവോടുകൂടി കൃഷിയിൽ വലിയ ഒരു പിന്നോക്കം, കൃഷിക്കാരെല്ലാം കൃഷിയിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ വന്നു. അവർക്ക് കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു. അതുപോലെ തന്നെ നെൽവയലുകളെല്ലാം നികന്ന് വീടുകളായി. പിന്നെ മഴക്കാലമാകുമ്പോൾ ആ വീടുകളെല്ലാം വെള്ളം കയറി വരുന്ന ഒരു വലിയ പ്രകൃതിയുടെ എന്താ പറയാ ഒരു വലിയ ഒരു പ്രശ്നം. ഇത്തരത്തിൽ നെൽവയലുകൾ നികന്ന് പിന്നെ അവിടെ വീടുകൾ വന്നതിലൂടെ പാരിസ്ഥിതികമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നെൽവയലകൾ നികന്നുപോയത്. ഇപ്പൊ വളരെ നാമമാത്രമായിട്ടുള്ള വയലുകൾ മാത്രമേ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൂ. ഇടവാക്കുളം ഏല, കാക്കുളം ഏല, പിന്നകുളം ഏല, അതുപോലെ ഈ കോട്ടയിൽ പാണി ഏല, ഇവിടെ മാത്രമാണ് കൃഷി നടക്കുന്നത്, നെൽ കൃഷി നടക്കുന്നത്. അപ്പൊ അതിന് വേണ്ടത്ര പ്രോത്സാഹനം കൊടുക്കാനും ഇനി ഒരു സെന്റ് ഭൂമി പോലും നികന്നു പോകാത്ത തരത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം നമ്മുടെ കൃഷി ഓഫീസർക്കെല്ലാം കൊടുത്തു. വില്ലേജ് ഓഫീസറും ഒക്കെ ഇപ്പോ ഇത് നികത്തുന്നതിനോട് യോജിപ്പില്ലാത്ത തരത്തിൽ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉള്ള കൃഷിഭൂമി ഇനി അത് സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി നമുക്ക് കഴിയും. തീർച്ചയായും ഈ ഇഞ്ചി കൃഷി, പച്ചക്കറി കൃഷി എന്നിവയ്ക്ക് പുറമെ തന്നെ പൂവനി പദ്ധതി പ്രകാരം പുഷ്പ കൃഷിക്ക് അടക്കം തന്നെ നേതൃത്വം നൽകാൻ പഞ്ചായത്തിനായിട്ടുണ്ട് അല്ലെ? ഈ പൂവനി പദ്ധതി നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മള് MGNREG തൊഴിലാളികളെയും കുടുംബശ്രീ പ്രവർത്തകരെയും എല്ലാവരെയും കൂടി കൃഷിഭവന്റെയും എല്ലാം കൂടി സംയുക്തമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഫലമായി കഴിഞ്ഞ ഓണക്കാലത്ത് നമുക്ക് ഓണത്തിന് ആവശ്യമുള്ള പൂവുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും അധികം വന്നത് വിറ്റ് ചെറിയ പൈസയ്ക്ക് കൊടുത്ത് നമുക്ക് പിന്നീട് ലാഭം ഉണ്ടാക്കാനും നമുക്ക് സാധിച്ച കാര്യം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ കൃഷി ഓഫീസറൊക്കെ നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. അതുപോലെ തരിശായി കിടക്കുന്ന ഭൂമിയിൽ ഈ പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ട് അത്യാവശ്യമുള്ള ജൈവ വളം ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന പച്ചക്കറി നമുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് ഇപ്പോഴും. തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാർഷിക മേഖലയടക്കം തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ തന്നെയാണ് പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കർഷകർക്കായി ഈ സബ്സിഡികളെല്ലാം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എത്തരത്തിലാണ്? പ്രത്യേകിച്ച് ഈ മുട്ടക്കോഴി വിതരണം, കന്നുകാലി വളർത്തൽ പരിപോഷിപ്പിക്കുന്നതിനായി കന്നുകാലികളെ നൽകൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ജനകീയാസൂത്രണം തുടങ്ങിയ കാലം മുതൽ തന്നെ ഈ മുട്ടയുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ മുട്ടക്കോഴികളെ കൊടുത്തു. അതുപോലെ തന്നെ പാലിന്റെ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കിടാരി വളർത്തൽ എന്ന പദ്ധതി ഉണ്ടാക്കി പശുക്കുട്ടികളെയൊക്കെ കൊടുത്ത് കിടാരി വളർത്തൽ. അപ്പൊ അതിലൂടെ പാലിന്റെ സഫീഷ്യന്റ് ആയിട്ട് പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കാനും ഇതുപോലെ മുട്ടക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉള്ള പദ്ധതികൾ നമ്മൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ വളരെ വിജയകരമായി തന്നെ നടത്തി വരുന്നു. ഈ നമ്മളെ കുറെ ആളുകൾ ഇതിനെ വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ ചെയ്യുന്നതിന് ആവശ്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ കുറെ കാര്യങ്ങൾ അവർ സ്വന്തമായി തന്നെ പിന്നീട് ഈ കർഷകർ ഈ മുട്ടക്കോഴിയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പരിപാലിച്ച് അതിന് അത്യാവശ്യമുള്ള മുട്ടയും അതുപോലെ തന്നെ ഈ പശുക്കുഞ്ഞുങ്ങളെ വളർത്തി പിന്നീട് അത് പാലിന്റെ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി
ഒരു വലിയൊരു അളവ് വരെ നമുക്ക് അതിന് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അത് ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ മാലിന്യ സംസ്കരണ രംഗവുമായി ബന്ധപ്പെടുത്തി മാലിന്യമുക്ത പഞ്ചായത്തായി തിരഞ്ഞെടുത്ത പഞ്ചായത്താണ്. അതോടൊപ്പം തന്നെ വലിച്ചെറിയൽ മുക്ത പഞ്ചായത്താണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തിൽ തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കിയ ആദ്യ പഞ്ചായത്ത് എന്ന ബഹുമതിയും പഞ്ചായത്ത് നേടിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഇത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും ഗവൺമെന്റ് നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ വിജയകരമായിട്ട് തന്നെ ചെയ്തു. വലിച്ചെറിയൽ മുക്ത കേരളം, വലിച്ചെറിയൽ മുക്ത ഇടവ, മാലിന്യമുക്ത ഇടവ, പിന്നെ ശുചിത്വ സാഗര സുന്ദര തീരം. ഇത് നമ്മുടെ ഫിഷറീസ് വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് 3 പ്രാവശ്യം നമ്മൾ വളരെ വിജയകരമായിട്ട് തന്നെ കടൽ തീരങ്ങളൊക്കെ വൃത്തിയാക്കി അവിടെയുള്ള കായലിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റുമൊക്കെ വൃത്തിയാക്കി നമ്മൾ വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതിന് നമുക്ക് ഒരു വലിയ അളവ് വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഹരിത ടൗൺ പ്രഖ്യാപനം നമ്മൾ നടത്തി. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോ ഉള്ളത് നമ്മളിപ്പോ ഒരു 47 മിനി MCF നമുക്കുണ്ട്. അത് നമുക്ക് ഇല്ലാതെ പോയ, നമുക്ക് ഇതേവരെ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ ഒരു കാര്യം MCF എന്നുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മള് പുറമ്പോക്ക് ലാൻഡ് കണ്ടെത്തി കൊടുക്കുമ്പോൾ അത് നമ്മുടെ CRZ മേഖല ഇതിലായതുകൊണ്ട് ഇതിന്റെ ഉദ്യോഗസ്ഥർ അവർക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഒക്കെ വരും എന്ന് പറഞ്ഞ് അതിനെ നടത്തിയെടുക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോഴും നമ്മുടെ പഞ്ചായത്ത് ഡയറക്ടറും ജോയിന്റ് ഡയറക്ടറും എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ പദ്ധതി, നിങ്ങളുടെ പഞ്ചായത്ത്, നിങ്ങളുടെ പണം, നിങ്ങളുടെ ഭൂമി, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതങ്ങ് ചെയ്തു പോകാം എന്ന് നമുക്ക് അതിനകത്ത് ഉറപ്പ് വന്നാൽ നമ്മൾ ചില ഉദ്യോഗസ്ഥർ ഇതിൽ നിന്ന് മുഖം തിരിഞ്ഞ് നിൽക്കുന്നത് കാണാം, അല്ലെങ്കിൽ വിമുഖത കാണിക്കുന്നതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു MCF എന്ന പദ്ധതി നമുക്ക് നടപ്പാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ മഞ്ചക്കുന്ന്, നമ്മുടെ വെങ്ങളം 9-ാം വാർഡിൽ മഞ്ചക്കുന്ന് എന്നൊരു പ്രദേശത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പുറമ്പോക്ക് ലാൻഡ് ഉണ്ട്. 2021 MCF സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു കോൺട്രാക്ടർ ആ പണിയെടുത്ത് കോൺട്രാക്ടർ കല്ലും പാറയും സാധനങ്ങളും ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞു. പണി തുടങ്ങാൻ സമയത്ത് ഈ അവിടുത്തെ കുറെ നാട്ടുകാർ ചേർന്നുകൊണ്ട് ഇത് അതായത് അവര് ഇതിനെ തടയുന്ന ഒരു രീതി അവരെടുത്തു. അത് തടഞ്ഞിട്ട് പറഞ്ഞു ഇത് ഒരു കാരണവശാലും നമുക്ക് ഇവിടെ നടത്താൻ നമ്മൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കളക്ടർ പറഞ്ഞു ഇനി ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മളെ അറിയിച്ചാൽ മതി, നമ്മൾ പോലീസിന്റെ എല്ലാവിധ പ്രൊട്ടക്ഷനും നൽകുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാൽ പിന്നെ അത് നടത്താൻ വേണ്ടി നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ നടത്താൻ വേണ്ടി പോയപ്പോ പിന്നെ അതിർത്തി പ്രശ്നം, തൊട്ടടുത്തുള്ള വസ്തു ഉടമകൾ അതിർത്തിയുടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ അതിർത്തി അതല്ല, ശരിയല്ല എന്നൊക്കെ പറഞ്ഞു അതിന് അപ്പോഴും അതും തടഞ്ഞു. അപ്പൊ അത് കാരണം നമുക്ക് ഇപ്രാവശ്യവും നമുക്കത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നമ്മുടെ അതിർത്തിയുടെ ഒരു പ്രശ്നം ഒന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ CRZ പ്രശ്നം അവിടെ വരുന്നില്ല. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ MCFന്റെ വർക്ക് നമുക്ക് നടത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും അതുപോലെ ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകളുടെ വികസനം, നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലാണ് പഞ്ചായത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തെരുവു വിളക്കുകൾ അടക്കം തന്നെ സ്ഥാപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? നമ്മള് ഗ്രാമീണ റോഡുകൾ ഒക്കെ നമ്മള് പിന്നെ ഏതാണ്ട് 11 കോടി 1,86,807 രൂപയുടെ റോഡുകളുടെ പ്രവർത്തനം നടത്താൻ വേണ്ടി നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനി പുതിയ 2025-26 ഇതേപോലെ 77,40,008 രൂപയുടെ പിന്നെ റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ നമ്മൾ സമർപ്പിച്ച് അംഗീകാരം മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇടവ പ്രദേശം മുഴുവൻ സഞ്ചാര യോഗ്യമല്ലാത്ത ഒരു റോഡ് പോലും നമുക്ക് ബാക്കിയില്ല. എല്ലാം നമ്മൾ സഞ്ചാര യോഗ്യമാക്കി തീർത്തു. പിന്നെ MLAക്ക് വേണ്ടി MLAയുടെ ഫണ്ട് കൊണ്ട് ചെയ്യണമെന്ന് നാട്ടുകാർ നിർബന്ധം പിടിച്ച ഒരു റോഡ് അവിടെ ബാക്കി കിടപ്പുണ്ട്. അവർക്ക് MLAയുടെ ഫണ്ട് കൊണ്ട് തന്നെ ചെയ്യണം. കുറച്ചുകൂടി ഗുണമേന്മയോടുകൂടിയുള്ള റോഡ് ചെയ്യുന്നതിന് വേണ്ടി അതൊരെണ്ണം ഒഴികെ ബാക്കി എല്ലാ റോഡുകളും നമ്മള് സഞ്ചാരയോഗ്യമായി. പഞ്ചായത്ത് കൊണ്ട് കൂടാതെ തന്നെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് പി ജോയ് അവരുടെ പിന്നീട് MLA ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട്, അതുപോലെ പിന്നീട്
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് കൊണ്ടും നിരവധി മനോഹരമായ റോഡുകൾ, അതായത് ഒരു കാരണവശാലും റോഡ് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് എഴുതി തള്ളിയ പല ഭാഗത്തും അതിമനോഹരമായ റോഡുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. അത് ചതുപ്പ് സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് ഇന്റർലോക്ക് ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആരോഗ്യ രംഗത്തും മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ആരോഗ്യ കേരളം പുരസ്കാരമടക്കം സ്വന്തമാക്കിയ പഞ്ചായത്താണല്ലോ. എങ്ങനെയാണ് ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണാനാവുക? ആരോഗ്യ രംഗത്തെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരു പരാതിയും വരാത്ത ഈ തരത്തിൽ മനോഹരമായ വളരെ വൃത്തിയുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രം നമുക്കിവിടെ ഉണ്ട്. അതിനകത്ത് 4 ഡോക്ടേഴ്സ് ഉണ്ട്, ആവശ്യത്തിനുള്ള നഴ്സുണ്ട്. IP ഇല്ല, എല്ലാം IP നേരത്തെ ഇൻപേഷ്യൻ ഉണ്ടായിരുന്നതാണ്, അതിപ്പോ നിന്നു. ഇപ്പൊ എങ്കിലും ഇതിന്റെ നല്ല രീതിയിൽ ഈ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം, അതുപോലെ അതിന്റെ സബ് സെന്ററുകളുടെ പ്രവർത്തനം എല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ വളരെ വൃത്തിയായി നമ്മളത് സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ ഫലമായിട്ടാണ് ആരോഗ്യ കേരളം പദ്ധതി ഉൾപ്പെടുത്തി നമുക്ക് ജില്ലയിൽ നിന്ന് നമുക്ക് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് നമുക്ക് അവാർഡൊക്കെ തന്നിരുന്നു. ഇപ്പോഴും നമ്മളതെല്ലാം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നു. നാട്ടുകാരിൽ നിന്ന് ഒരു പരാതിയും ഇല്ലാതെ തന്നെ ഇതിനോടനുബന്ധിച്ച് പറയേണ്ടതാണ് പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ എത്തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒപ്പം തന്നെ ഈ വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും എല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? പാലിയേറ്റീവിന്റെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ തന്നെ നടക്കുന്നു. പാലിയേറ്റീവ് പേഷ്യന്റിന് വേണ്ടിയുള്ള നമ്മളെ എല്ലാ പ്രാവശ്യം അവർക്ക് വേണ്ടിയുള്ള മരുന്നും മറ്റേ സാധനങ്ങളും ഒക്കെ തന്നെ പദ്ധതികൾ വെച്ച് നമുക്ക് അവർക്ക് ആവശ്യമുള്ള ഒരിക്കലും ഒന്നും ക്ഷാമം വരാത്ത രീതിയിലുള്ള തരത്തിൽ നമുക്ക് അവർക്ക് വേണ്ട മരുന്നുകളും അവർക്ക് വേണ്ടുന്ന എക്യുപ്മെന്റ്സും കോട്ടൺ അതുപോലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 വർഷത്തേക്കുള്ള നമ്മളൊന്ന് പർച്ചേസ് ചെയ്യും. അത് കൊണ്ട് ഇപ്പോ ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ട മികച്ച രീതിയിൽ തന്നെ നമുക്ക് നടന്നു പോകുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ എടുത്തു പറയുന്നത് അംഗനവാടികളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചുവട് വെക്കുമ്പോൾ തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് സ്മാർട്ട് അംഗനവാടികളാക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നമുക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് 20-25 അംഗനവാടികളാണ് ഉള്ളത്. എല്ലാം നല്ല അംഗനവാടികളാണ്. അത് നമുക്കിപ്പോ നടക്കാതെ പോയ 2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമുക്ക് ബഡ് സ്കൂൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല, അതുപോലെ പകൽ വീട് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ വസ്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ കാലാവധി കഴിയും മുമ്പ് തന്നെ ഇതിനു വേണ്ടി ഉള്ള പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പിന്നെ നമ്മുടെ വിശ്വാസം. തീർച്ചയായിട്ടും അത് നടക്കും. അതും കൂടി നടത്തിപ്പോയാൽ മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നേരത്തെ റോഡുകളുടെ കാര്യം പറഞ്ഞപ്പോൾ പറയേണ്ട കാര്യമായിരുന്നു. ഈ കാപ്പിൽ 1-ാം വാർഡും 2-ാം വാർഡുമായിട്ട് അതിനെ വേർതിരിക്കുന്നത് റെയിൽവേ ലൈനാണ്. 2 റെയിൽവേ ലൈൻ കടന്നു പോകുന്നത് കാരണം നാട്ടുകാർക്ക് ഈ 1-ാം വാർഡിൽ നിന്ന് 2-ാം വാർഡിലേക്കോ 2-ാം വാർഡിൽ നിന്ന് 1-ാം വാർഡിലേക്കോ എത്തിച്ചേരുന്നതിന് വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. ഇത് റോഡ് മാർഗം പോകണമെങ്കിൽ 8-9 കിലോമീറ്റർ ചുറ്റി വേണം ഇത് പോകാൻ. ഞങ്ങളെ കഴിഞ്ഞ 10, 15, 20 വർഷത്തോളമായിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ട് റെയിൽവേ വന്ന് അവർക്ക് ഒരു അണ്ടർ പാസേജ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നമുക്ക് തയ്യാറാക്കി തന്നു. അതിനുവേണ്ടി ഒട്ടേറെ ശ്രമങ്ങൾ ഞാനും എന്റെ വൈസ് പ്രസിഡന്റും അതുപോലെ മറ്റു ചില മെമ്പർമാരും ഒക്കെ നിരന്തരം റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ കയറി ഇറങ്ങി ഞങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് നമ്മൾ വാങ്ങി. നമ്മുടെ ബഹുമാന്യനായ അഡ്വക്കേറ്റ് പി ജോയി MLA ഈ എസ്റ്റിമേറ്റ് കൊണ്ട് ഏൽപ്പിച്ചു. ഈ ഇപ്പൊ കഴിഞ്ഞ ബഡ്ജറ്റിൽ അദ്ദേഹം റെയിൽവേക്ക് നമ്മൾ കൊടുക്കേണ്ടത് 5.25 കോടിയാണെങ്കിൽ അദ്ദേഹം 6.25 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ 2 ദിവസം മുമ്പ് MLA കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ഒരു മാസത്തിനകം വെച്ച് തന്നെ ഈ ഫണ്ട് അവർ ആവശ്യപ്പെട്ട ഫണ്ട് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു സംശയവും വേണ്ട. നമ്മുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കാൻ സാധിക്കും എന്ന ഒരു ഉറപ്പ് അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പൊ അത് നടന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു വികസന പ്രവർത്തനമായിരിക്കും അതിലൂടെ നമ്മുടെ പഞ്ചായത്തിന് കിട്ടാൻ പോകുന്ന ഒരു ഖ്യാതി. തീർച്ചയായിട്ടും നല്ല ഒരു മാറ്റം, നല്ല ഒരു പേര് നമ്മുടെ പഞ്ചായത്തിനും MLAക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം അതിനു വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മളുടെ ശ്രമവും ഉണ്ട്. നമ്മൾ നിരന്തരമായിട്ടും MLA ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നടക്കും. ഈ യുവജനങ്ങൾക്കായി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ കേരളോത്സവം, കായികം പോലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മികച്ച പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റേഡിയം നിർമ്മാണം അതിന്റെ പ്രാരംഭ ഘട്ടത്തിൽ തന്നെയാണ്. ഇത്തരത്തിൽ ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ എത്തരത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മുടെ ഇടവ പഞ്ചായത്തിനെ പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ 3-4 ക്ലബ്ബുകൾക്ക് സ്വന്തമായി തന്നെ കളിക്കളമുണ്ട്. പഞ്ചായത്തിൻ്റെതായിട്ട് ഒരു 4 ഏക്കറോളം വരുന്ന സ്ഥലം പഞ്ചായത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ സ്പോർട്സ് കൗൺസിലിന് കൈമാറി. സ്പോർട്സ് കൗൺസിൽ ഇപ്പോ അത് തോമസ് സെബാസ്റ്റ്യൻ ഇൻഡോർ സ്റ്റേഡിയം എന്നുള്ള ഒരു പദ്ധതിനകത്ത് പണി പൂർത്തിയാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അത് വരുമ്പോൾ ഇൻഡോർ ഗെയിമുകളും അതുപോലെ നീന്തൽ കുളങ്ങളും മറ്റുമുണ്ട്. പുറത്ത് അത്യാവശ്യം ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടാകും. എന്തായാലും അത് ഈ വർഷം തന്നെ പണി പൂർത്തിയാക്കും എന്നാണ് MLA നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ്. ഒട്ടേറെ കായിക താരങ്ങളെ ഈ നാടിന് സമ്മാനിക്കാൻ അല്ലെങ്കിൽ നൽകാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്താണ്. വോളിബോൾ ആയാലും ഫുട്ബോൾ ആയാലും കബഡി ആയാലും ഈ നാടൻ പന്ത് കളിയാണ് എല്ലാ മേഖലയിലും അല്ലെങ്കിൽ എല്ലാ കായിക മത്സരങ്ങളിലും പ്രാവീണ്യം നേടിയ, പ്രശസ്തി നേടിയ നല്ല കായിക താരങ്ങളുള്ള ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്ത്. തീർച്ചയായിട്ടും നമ്മുടെ പിന്നീട് ഈ കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് എല്ലാ പ്രാവശ്യവും ജില്ലയിലെ നല്ല ഒന്നാം സ്ഥാനം വാങ്ങിക്കൊണ്ട് ഫുട്ബോളിലും മറ്റുമൊക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യവും ബ്ലോക്കിൽ 1ാം സ്ഥാനമായിരുന്നു, ജില്ലയിലും ഫുട്ബോളിൽ 2ാം സ്ഥാനം. അങ്ങനെ നിരവധി പിന്നീട് കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പഞ്ചായത്താണ്. കാരണം കായിക താരങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാനും ഒരു ക്ലബിന്റെ ഒരു CI ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്ന ക്ലബിന്റെ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങളുടെ എല്ലാം കൂടെ അന്നത്തെ ശ്രമത്തിന്റെ ഫലമായിട്ട് അത് ഏതാണ്ട് 2 ഏക്കറിലധികം സ്ഥലം നമ്മൾ വാങ്ങി. അതിപ്പോ അതിന്റെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഒരു നല്ല ഗ്രൗണ്ടാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ അവിടെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഭാവി പദ്ധതികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിരവധിയായിട്ടുള്ള പദ്ധതികൾ, പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, കായിക മേഖല അടക്കം തന്നെ നിരവധി ഇടപെടലുകൾ, മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഇടവ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പങ്കുവച്ചത്. ഭാവി പ്രവർത്തനങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീ എ ബാലി.